ഒക്കെ കേട്ടിട്ട് ഇപ്പോൾ നാട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ഒരു പ്രേക്ഷക ഇപ്പോൾ വിളിക്കുന്നുണ്ട്. സജിനി എന്ന് പറഞ്ഞൊരു പ്രേക്ഷക. സജിനിക്ക് എന്താണെന്ന് പറയുന്നത് കേൾക്കണ്ടേ നഞ്ചിയമ്മ? സജിനി എന്താണ് പറയുന്നത് നോക്കാം. സജിനി പറഞ്ഞോളൂ. നഞ്ചിയമ്മയുടെ വാർത്ത കണ്ടല്ലോ, എന്താണ് പറയാനുള്ളത് നഞ്ചിയമ്മയുടെ? നഞ്ചിയമ്മയുടെ വാർത്ത കുറെ നേരമായി കണ്ടിരിക്കുകയാണ്. ഈ നഞ്ചിയമ്മയുടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അത് കഴിഞ്ഞ 50 വർഷമായി കേരളത്തിലെ വനവാസി ആദിവാസി മേഖലകൾ പരക്കെ സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകൾ നമ്മൾ തിരിച്ചു നടത്താൻ വേണ്ടിയിരിക്കുന്നു. അതിങ്ങനെ വ്യാജ രസീതുണ്ടാക്കി ആധാരമുണ്ടാക്കി വനവാസികളുടെ ഭൂമി തട്ടിയെടുത്തിട്ടുള്ള രേഖകളൊക്കെ അത് വീണ്ടെടുക്കുകയും ആ ഭൂമി വനവാസികൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു സംവിധാനം അത് നിയമത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും വനവാസികളെ അനുകൂലിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഒന്നിച്ചു നിന്നുകൊണ്ട് അങ്ങനെ ഒരു മുന്നേറ്റം നടത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും സജിനി, വളരെ നന്ദി. അങ്ങനെ ഒരു മുന്നേറ്റം അവിടെ നടക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ മാത്രമല്ല, അവിടുത്തെ ആദിവാസി വിഭാഗം ഒരുമിച്ച് ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഒരുമിച്ചാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. നഞ്ചിയമ്മ